ആഴ്ചകൾക്ക് മുമ്പ് ഒരമ്മയെയും ഈ കൊച്ചു കടയെയും ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അന്ന് അമ്മ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പ്രദേശത്ത് രാത്രി വെളിച്ചം ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ സാമൂഹ്യ വിരുദ്ധരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം അമ്മയുടെ കച്ചവടത്തെ ഇതെല്ലാം ബാധിച്ചിരുന്നു. എന്നാൽ നമ്മുടെ പിന്തുണ കൊണ്ടും നമ്മളെ കണ്ട നിങ്ങളുടെ പിന്തുണ കൊണ്ടും അങ്ങനെ കേരളത്തിലെ കുറേ നല്ല മനുഷ്യരുടെ പിന്തുണ കൊണ്ടും അമ്മ ഇന്നൊരു പുതിയ കടലിലേക്ക് മാറിയിരിക്കുകയാണ്. ചില കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സന്തോഷപ്പെടുത്തും. അത്തരമൊരു കാഴ്ചയാണ് നമ്മുടെ ബിന്ദു അമ്മയുടെ ഈ വളർച്ച. നമ്മൾ കണ്ടില്ലേ, ആ ചെറിയ കടയിൽ നിന്ന് അമ്മ ഇപ്പോൾ അത്യാവശ്യം വലിയ കടയിലേക്ക് എത്തിയിരിക്കുന്നു. അമ്മേ, സുഖം? സുഖം, സന്തോഷം. ഇപ്പം എന്തൊക്കെയാ മാറ്റങ്ങൾ വന്നേ? മാറ്റങ്ങൾ ഇപ്പം വെറൈറ്റി ആയിട്ട് കുറച്ചുകൂടിയൊക്കെ കൊണ്ടുവരാൻ പറ്റി. ഈ പുട്ടിനൊരു പ്രത്യേകത ഉണ്ട്, 2 പപ്പടം മാത്രം മതി, കറി വേണമെന്നില്ല. കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്, ഇവിടെ ചിക്കൻ പെരട്ടുമായിട്ട് കഴിക്കുന്നവരുണ്ട്. റെസിപ്പി ഉള്ളിപ്പുട്ട്, ഞാൻ പറയൂല, ഇത് ഉള്ളിപ്പുട്ട്. ചിക്കൻ പുട്ടുണ്ടായിരുന്നു. ചിക്കനും ഇതുപോലെ തന്നെ ഇതിൽ ചിക്കനും കൂടെ ആഡ് ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ പ്രോൺസിൻ്റെ പുട്ടുണ്ടാവും. പിന്നെ ഫിഷിൻ്റെ തന്നെ ഫിഷ് ഐറ്റംസിൽ കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്തിട്ട് അതിലൊരു പുട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ലഞ്ച് തുടങ്ങുന്നുണ്ട്. ചട്ടിച്ചോറാണ് മെയിൻ, അത് നമ്മുടെ ഹൈലൈറ്റ് ആണല്ലോ. നമ്മളെ തിരുവനന്തപുരത്തോട്ട് എത്തിച്ചത് പോലും ചട്ടിച്ചോറാണ്. അപ്പം അതെന്തായാലും ചട്ടിച്ചോറുണ്ടാവും. പിന്നെ പൊതിച്ചോറ്, ബിരിയാണിയിലും കുറച്ച് വെറൈറ്റി പ്രതീക്ഷിക്കാം. ഒരു പാഴ്സൽ വേണേ. 3 പുട്ട്, 3 ചിക്കൻ ബ്രെഡ്, ഒരു 2 ഫ്രൈ, പിന്നെ ഒരു 12 അപ്പം. ഫാമിലീസ് കൂടുതൽ വരുന്നുണ്ട്. ഈ കോവളം ബീച്ചിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ? കോവളം ബീച്ചെന്ന് മാത്രമല്ല, അവിടെ കോവിലിൽ വരുന്നവരെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നവർ വരുന്നുണ്ട്. ഇത് പ്രോപ്പർ ലൊക്കേഷൻ പറയുമ്പോൾ ഈഞ്ചക്കല്ലേ? ഈഞ്ചക്കയിൽ നമ്മൾ കോവളം പോകുന്ന റൂട്ടിൽ സൗത്ത് ടൗൺ മോട്ടോയുടെ സൈഡിലാണിത്. മോട്ടോ കഫേ എന്നാണ് ഇവരുടെ ഇതിൻ്റെ പേര്. അപ്പം നമ്മുടെ രുചിയുടെ ഒന്ന് തന്നെയാണ് ഇവിടെ നമ്മളറിയപ്പെടുന്നത്. അപ്പം നമ്മൾ ബോർഡൊന്നും വെച്ചില്ല, അതിനുള്ള സമയമല്ലേ ആയുള്ളൂ. അവർക്ക് ജ്യൂസ് ഉണ്ട്, മോമോസ് ഉണ്ട്, ബർഗർ ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്. തീർച്ചയായിട്ടും അതുണ്ട്. പിന്നെ ഓട്ടോ വിട്ടിട്ടുള്ളൊരു കളിയില്ല. എനിക്ക് ഏറ്റവും ആത്മബന്ധം അതുമായിട്ടാണ്. അപ്പം അതിനെ വിട്ടിട്ടുള്ളൊരു കളിയില്ല. കുക്കിംഗ് എല്ലാം വീട്ടിൽ തന്നെ ഇപ്പോഴും വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ വെറൈറ്റി ആയിട്ട് നമ്മൾ അന്ന് ചെയ്തതുപോലെ ലൈവായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ദോശ, അപ്പം, ചിക്കൻ ഫ്രൈ ഇവിടെ ചെയ്യുന്നുണ്ട്. ചിക്കൻ പെരട്ട്, ബീഫ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, ചിക്കൻ തോരൻ, പൊറോട്ട, പിന്നെ പുട്ട്, കാര്യങ്ങൾ, ഇടിയപ്പം, ദോശ, ഇതൊന്നുമല്ല കേട്ടോ. ഐറ്റങ്ങൾ വേറെയുണ്ട്. അമ്മ പഴയ കടയേക്കാളും കൂടുതൽ ഐറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഉള്ളിപ്പുട്ടിന് അമ്മ പറഞ്ഞിരുന്നു വേറെ കറിയൊന്നും വേണ്ട, പപ്പടം മാത്രം മതി. പപ്പടം വേണമെന്നില്ല കേട്ടോ, സംഗതി നൈസ്. ഇതിലന്നും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും വരണമെന്നും. എന്തായാലും വീണ്ടും വരേണ്ടി വന്നു. അത് മാസം കൂടുതൽ തന്നെ വീണ്ടും വരേണ്ടി വന്നു. ഇനി ചട്ടിച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഒന്നുകൂടി വിപുലീകരിക്കട്ടെ കട. അപ്പോൾ നമ്മൾ വീണ്ടും വരും. നമ്മളിങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലേ? എന്തായാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കാം. ഇങ്ങനെ അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറ്റി എന്നുള്ള ഒരു പൂർണ്ണ സന്തോഷത്തോടു കൂടി തന്നെ തൽക്കാലം വിട്ടേക്കുന്നു. പോകട്ടെ, വീണ്ടും കാണാം. ഓക്കെ, ബൈ.